ദൈവപുത്രൻ മണ്ണിൽ അവതരിച്ചതിന്റെ സ്മരണ പുതുക്കി ലോകമെങ്ങും ക്രിസ്തുമസ് ആഘോഷിച്ചു. ബത്ലഹേം നഗരിയിൽ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നതിന്റെ ഓർമ്മയിലാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരുടെ മോചനത്തിന് രക്ഷകൻ അവതരിക്കുമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം നൽകിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് 2000 വർഷം മുമ്പ് പുൽത്തൊഴുത്തിൽ യേശുവിന്റെ പിറവി. ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചതിന്റെ സ്മരണ പുതുക്കുന്ന ആഘോഷ ദിനമാണിന്ന്. കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നു വീണ ദിവസം. പള്ളികളും വീടുകളുമെല്ലാം പുൽക്കോടുകളും നക്ഷത്രങ്ങളും ക്രിസ്തുമസ് ട്രീകളാലും അലങ്കരിച്ചിരിക്കുകയാണ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി ഉണ്ണിയേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കുകയാണ് വിശ്വാസികൾ. സന്തോഷ സുദിനത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ തുടങ്ങി. പുൽക്കൂട് ഒരുക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും ഭവനങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കുള്ള മുന്നൊരുക്കം നേരത്തെ തന്നെ തുടങ്ങി. പള്ളികളിൽ തിരുകർമ്മങ്ങൾക്ക് ശേഷം കരോൾ മത്സരവും ക്രിസ്തുമസ് ട്രീകളും ഒരുക്കിയിരുന്നു. നാം പ്രാവർത്തികമാക്കേണ്ട ചില സംഗതികൾ നമ്മൾ പ്രാവർത്തികമാക്കിയോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമുക്ക് ഈ ഒരു ദിവസത്തെ കാണാൻ കഴിയുക. ഈശോ ഈ ഭൂമിയിൽ പൂജാതനായത് മുതൽ അവൻ നമുക്കൊരു വലിയ സമ്മാനമാണ്. പിതാവായ ദൈവത്തിന്റെ വലിയൊരു സമ്മാനമാണ് നമുക്ക് യേശു ക്രിസ്തു. അവൻ നമ്മുടെ രക്ഷകനാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ള കാര്യം. ക്രിസ്തുവിന്റെ ഈ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ എവിടെയും നമ്മുടെ ചില പോസ്റ്ററുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തുമസ് കാർഡുകളിലൊക്കെ കാണുന്ന ഒരു കാര്യമുണ്ട്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സദ്ഭാവത്തെ അറിയിക്കാൻ വന്ന മാലാഖയുടെ ആ കൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പലയിടങ്ങളിലും നമ്മുടെ സന്ദേശങ്ങൾ കൈമാറുന്നത്. സന്തോഷവും സമാധാനവും നൽകുന്ന ക്രിസ്തുവിന്റെ ഈ തിരുനാൾ ആഘോഷിക്കാൻ ഈ ലോകം മുഴുവനുള്ള മനുഷ്യരും ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വലിയ അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ടുള്ളത്. 25 നാൾ നീണ്ട നോമ്പ് അനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ച് വിശിഷ്ട വിഭവങ്ങൾ ഒരുക്കിയും ആശംസകൾ നേർന്നും സമ്മാനങ്ങൾ കൈമാറിയും ബന്ധങ്ങൾ പുതുക്കാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്തുമസ്. പൊന്നാനി സെന്റ് ആന്റണി ചർച്ചിൽ നടന്ന ക്രിസ്തുമസ് ചടങ്ങുകൾക്ക് ടോണി വാഴപ്പിള്ളി കാർമ്മികത്വം വഹിച്ചു. വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന പുതുവർഷ ദിനമായ ജനുവരി 1-ാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? See you there.